ഒരു അനിയത്തിനെ പോലെയാണ്. എൻ്റെ വീട്ടിൽ വന്ന് നിന്ന് അവളുടെ ഫാമിലി ഡീറ്റെയിൽസും എൻ്റെ കാര്യങ്ങളെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറഞ്ഞു. എൻ്റെ വീട്ടുകാർ അവളോട് എൻ്റെ വീട്ടിൽ വരെ നിന്നോളാൻ പറഞ്ഞു. അവളുടെ സിറ്റുവേഷൻ ബാക്ക്ഗ്രൗണ്ടും കേട്ടപ്പോൾ ഞാൻ വരെ പറഞ്ഞു. ഉള്ളു ഇരുന്ന് കരഞ്ഞിട്ടുണ്ട് എൻ്റെ വീട്ടിൽ ഇരുന്ന്. അപ്പം നമ്മൾ എന്തുകൊണ്ട് അങ്ങനെ ആത്മാർത്ഥത കാണിച്ചത്? നമ്മളോട് അങ്ങനെ നിന്നോണ്ടായിരിക്കുമല്ലോ. അങ്ങനെ നിന്ന് ഒരുത്തി എന്നെ അവിടെ കൊണ്ടുപോയിട്ട് എൻ്റെ വണ്ടിക്കൂലി മുടക്കി ഞാൻ അവിടെ പോയി എൻ്റെ സമയം മെനക്കെട്ട് അവിടെ പോയിട്ട് എൻ്റെ ആണെങ്കിൽ എടുത്തിട്ട് ഇട്ടില്ല. ഇടാതെ വരും സ്വാഭാവികമായിട്ട് നല്ലൊരു ഫ്രണ്ടാണ് എന്താ ചെയ്യുന്നത്? അവൾക്കൊന്ന് ചോദിക്കാനുള്ള റൈറ്റ്സ് ഇല്ലേ? എന്തുകൊണ്ട് അവളുടെ കൊടുത്തില്ല? അത്രയും സംഭവം നടന്ന 1.5 മാസമായിട്ട് പോലും ഇവള് ഒന്ന് ചോദിച്ചില്ല. ഈ ദാസേട്ടനോടോ അല്ലെങ്കിൽ ക്യാമറമാനോടോ ചോദിച്ചില്ല, എന്താ ദാസേട്ടാ ഞാൻ അവളെ വിളിച്ചോണ്ട് വന്നിട്ട് അവളുടെ റീൽസ് കൊടുക്കാത്തത്? അതൊരു നല്ലൊരു ഫ്രണ്ട്സ് ചെയ്യുന്ന കാര്യമാണ് അല്ല. അപ്പൊ എന്റെ ഭാഗത്ത് നിന്ന് അവൾ അങ്ങനെ എനിക്ക് വേണ്ടിയിട്ടൊന്നും ചെയ്തിട്ടില്ല. പിന്നെ ഇപ്പൊ അവളുടെ സ്ഥാനത്ത് ഞാനാണെങ്കിൽ പിന്നെ അങ്ങനെ അവൾക്ക് കൊടുത്തില്ലെങ്കിൽ പിന്നെ ഒരിക്കലും ഞാൻ അയാളുടെ കൂടെ പോലും ഞാനൊരു ഇതിന് പോകത്തില്ല. പിന്നീടും അവള് പോയി രേണുസുതിയായിട്ട് ദാസേട്ടൻ റീൽസും അത് ഇതൊക്കെ ചെയ്ത് വൈറലായി കഴിഞ്ഞിട്ട് ഓരോ ഇന്റർവ്യൂവിന് അതിന് ഇതിനൊക്കെ പോയ സമയത്ത് രേണുസുതി കഴിഞ്ഞിട്ട് ശ്രീലക്ഷ്മി കൂടെ ഉണ്ടായിരുന്നു. രേണുസുതി പോയ സമയത്ത് ശ്രീലക്ഷ്മി പുള്ളിക്കാനായിട്ട് ചെയ്തു. ഇവള് എന്നോട് എന്തെങ്കിലും ഒരു സ്നേഹം എവിടെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ഇവൾക്കൊന്ന് ജസ്റ്റ് ചോദിക്കായിരുന്നല്ലോ എന്തുകൊണ്ട് അവളുടെ കൊടുത്തില്ല. അവള് ചോദിച്ചില്ല. 1.5-2 മാസം കഴിഞ്ഞ് അങ്ങോട്ട് പിന്നെ ഞാൻ ഇവളെ വിളിക്കാറില്ലായിരുന്നു. വിളിയും പറച്ചിലൊക്കെ പയ്യെ കുറഞ്ഞപ്പോൾ ഇവക്ക് തന്നെ തോന്നി